ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു. ഓം സിന്ദൂരാരുണ വിഗ്രഹാം ത്രണയനാം മാണിക്യമൗലി സ്ഫുരത്താരാനായകശേഖരാം സ്മിതമുഖീമാവീനവശോരുഹാം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോൽഫലം വിഫ്രതീം സൗമ്യാം രത്നകടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം. ത്രിപുരസുന്ദരി മന്ത്രാർച്ചനം. ത്രിപുരസുന്ദരിയായിരിക്കുന്ന കാളീമാതാവ് സർവജന മാതാവായ ത്രൈലോക്യ മാതാവായ ത്രിപുരസുന്ദരിയായ ദേവിയെ സ്തുതിക്കുന്ന പുഷ്പാഞ്ജലിയാണ് ത്രിപുരസുന്ദരി പുഷ്പാഞ്ജലി. കലാകായികപരമായ മികവിനും വിദ്യാഭ്യാസപരമായ പുരോഗതിക്കും സർവകാര്യ വിജയത്തിനും വിദ്യാഭ്യാസപരമായ പുരോഗതിക്കും ജ്ഞാനലബ്ധിക്കും മഹാദേവിയുടെ കടാക്ഷമുണ്ടാകാൻ, വാഗ്ദേവതയുടെ കടാക്ഷമുണ്ടാകാൻ, രാജരാജേശ്വരിയുടെ കടാക്ഷമുണ്ടാകാൻ ചെയ്യുന്ന പുഷ്പാഞ്ജലിയാണ് ത്രിപുരസുന്ദരി പുഷ്പാഞ്ജലി. സിന്ദൂരാരുണ വിഗ്രഹ. രാവിലെ അരുണസൂര്യൻ്റെ പ്രഭയോടുകൂടി സിന്ദൂരക്കളറിൽ സിന്ദൂരശോഭയോടുകൂടി പരിലസിക്കുന്ന മാണിക്യ മൗലിയിൽ മാണിക്യം ധരിച്ച താരാനായകശേഖരാം, താരാഗണങ്ങളുടെ നക്ഷത്രക്കൂട്ടങ്ങളുടെ ശോഭയോടുകൂടിയ ത്രിനയനാം, കണ്ണുകളും 3 കണ്ണുകളും മാണിക്യമൗലി സ്ഫുരത്താരാനായകശേഖര സ്മിതമുഖി, മന്ദസ്മുഖമായിട്ടുള്ള മുഖത്തോടു കൂടിയവളും ആബീനവശോരുകാം പാണിഭ്യാം അളിപൂർണരത്നചഷകം രക്തോൽഫലം വിഫ്രതി. എല്ലാ തരത്തിലും ഉള്ള സർവൈശ്വര്യദായകിയായ രാജരാജേശ്വരിയായ ആ മഹാദേവിയുടെ കടാക്ഷം ഡാൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾക്കും വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾക്കും എല്ലാ തരത്തിലുള്ള സ്പോർട്സ് പരമായ കലാകായിക മികവിനും എല്ലാം ഉത്തേജകമായിട്ടുള്ള മന്ത്രോച്ചാരണമാണ്. ലളിതാ സഹസ്രനാമത്തിലെ തന്നെ സിന്ദൂരാരുണ വിഗ്രഹം എന്ന് പറയുന്ന ആ ത്രിപുരസുന്ദരി മന്ത്രാർച്ചന ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്, ശ്രേഷ്ഠമാണ്. അതുപോലെ തന്നെ ബാലാമന്ത്രാർച്ചനയും ബാലായന്ത്ര മന്ത്രാർച്ചന, ബാലരക്ഷാ മന്ത്രം, ബാലാദേവിയുടെ ബാലരക്ഷാ മന്ത്രവും രക്താംബരാം ചന്ദ്രകലാദവംസാം സമുദ്രാദിത്യനിപാം ത്രിനേത്രാം വിദ്യാശമാല ഭയദാനവസ്ഥാം ധ്യായാമി ബാലാമരുണാംബുജസ്ഥാം വിധിവത് പൂജിതം ചെയ്തത് ബന്ധം കണ്ടേശ്യോ സൃഷിഭൂത വേതാളഗ്രഹാൻ സദ്യോ വിവർത്തിയത്. അരിഷ്ടയുള്ള കുട്ടികൾക്ക് ഭൂതപ്രേത പിശാചുക്കളുടെ പരമായിട്ടുള്ള അലറി വിളിച്ച ഉള്ള രാത്രിയിൽ അലറി വിളിക്കുക, ചാടിയണിയിക്കുക, പിച്ചുംപേയും പറയുക, ഇങ്ങനെയൊക്കെയുള്ള ഭൂതപ്രേത പിശാചപരമായിട്ടുള്ള ദുസ്വപ്നങ്ങൾ കണ്ട് പേടിച്ച് ഞെട്ടി ഉണർന്ന് കരയുന്ന പിള്ളേർക്കൊക്കെ ബാലായന്ത്രം, ബാലാദേവിയുടെ ഈ മന്ത്രാർച്ചന, ബാലരക്ഷാ മന്ത്രാർച്ചന ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. ഋഷിഭൂത വേതാളങ്ങളെ കൊണ്ടുള്ള പേടിയാലുള്ള ആ ദുസ്വപ്നങ്ങളൊക്കെ കാണാതെ കണ്ട് പേടിക്കുന്ന കുട്ടികൾക്ക് ഒരു രക്ഷയായി
ദേവിയുടെ ഈ മന്ത്രാർച്ചന ഏറ്റവും ഉത്തമമാണ്. ബാലരക്ഷാ മന്ത്രാർച്ചന അരിഷ്ടാദോഷത്തിന് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ചെയ്യാവുന്നതാണ്. കലാകായിക മികവിന് വേണ്ടിയും ഓം ഐം ക്ലീം സൗം ബാല മന്ത്രാർച്ചന ചെയ്യുന്നത് ബാലരക്ഷാ മന്ത്രാർച്ചന ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. ബാലദേവി ബാലഭദ്രാദേവിയുടെ മുമ്പിൽ ചെയ്താൽ ഏറ്റവും ഉത്തമമാണ്. ബാലഭദ്രാദേവി എന്നും പറഞ്ഞുള്ള ദേവീരൂപമുണ്ട്. ഭദ്രകാളിയുടെ തന്നെ ചെറിയ രൂപമായിട്ടുള്ള സരസ്വതിയുടെ തന്നെ അംശമായിട്ടുള്ള കലാകായികപരമായിട്ടുള്ള മികവിനും വിദ്യാഭ്യാസ പുരോഗതിക്കും കയ്യിൽ അക്ഷമാലയും വേദഗ്രന്ഥവും അഭയം വരദവുമായിട്ട് നിൽക്കുന്ന ആ ബാലഭദ്രാദേവിയെ നമ്മൾ പ്രാർത്ഥിക്കുന്നതും മന്ത്രോച്ചാരണം ചെയ്ത് രക്ഷ കിട്ടുന്നതുമൊക്കെ ഡാൻസിന് ആരംഭം കുറിക്കുന്നതിനും വിദ്യയുടെ ആരംഭം കുറിക്കുന്നതിനും പരീക്ഷാപരമായിട്ടുള്ള കാര്യങ്ങളുടെ വിജയത്തിനും ഭാഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കുമെല്ലാം ദേവിയുടെ മുമ്പിൽ കൊണ്ടുപോയി നമ്മുടെ ഡാൻസിൻ്റെ ചിലങ്കയും പുസ്തക പൂജയും പേനാപൂജയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. സർവരാജരാജേശ്വരിയുടെ അനുഗ്രഹം, ആദിമാതാവിൻ്റെ അനുഗ്രഹം, ത്രിപുരസുന്ദരിയായിരിക്കുന്ന ത്രിപുരനെ വധിച്ച ത്രൈലോക്യമോഹിനിയായ സമ്മോഹിനിയായ ആ ദേവിയുടെ കദംബവനത്തിൽ വസിക്കുന്ന കാദംബരിയായ ആ ദേവിയുടെ കൃപാകടാക്ഷം ഉണ്ടാകാൻ എല്ലാവരുടെയും കുടുംബ ഐശ്വര്യത്തിനും സദ്വൃദ്ധിക്കും അഭിവൃദ്ധിക്കും എല്ലാത്തിനും ഐശ്വര്യം ഉണ്ടാകുവാൻ ദേവിയുടെ കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു.